നമസ്കാരം. യൂറോപ്പ് മലയാളി ജേണലിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം. കഴിഞ്ഞയാഴ്ച നമ്മുടെ പ്രശസ്ത സംഗീത സംവിധായകനായ ശ്രീ ജയൻ മാസ്റ്ററുമായിട്ടുള്ള സംഗീത സല്ലാപത്തിലായിരുന്നു. ആ ചർച്ച ഇവിടെ തുടരുകയാണ്. എവർക്കും സ്വാഗതം. യോഗീന്ദ്രാണാം ത്വദംഗേഷു അധികസു മധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃഷ്ണ കാരുണ്യസിന്ധോ കൃഷ്ണ കാരുണ്യസിന്ധോ കൃത്വാ നിശേഷദാവാന പ്രതിശതു പരമാനന്ദ സന്തോഷ ലക്ഷ്മീ പ്രതിശതു പരമാനന്ദ സന്തോഷ ലക്ഷ്മി. ഞാനും സംഗീതം ശരിക്ക് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. ശരിക്കും ആസ്വദിക്കും. അപ്പം ഞാൻ പലപ്പോഴും ഈ ടി വിയിലൊക്കെ നമ്മൾ രാവിലെയാണല്ലോ ഈ സംഗീത കച്ചേരിയുടെ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പലരും പാടുമ്പോൾ നമുക്ക് ആ ഒരു ലെവലിൽ എത്തുന്നില്ല എന്ന് നമുക്ക് തോന്നാറുണ്ടല്ലോ. അപ്പോൾ താങ്കൾക്ക് എങ്ങനെ തോന്നുന്നത്? ലെവലിലെത്താത്തതുകൊണ്ടാണ്. അവർക്ക് അതിനുള്ള പാഠമില്ല. ശരിയായ പഠിച്ചവർക്കാണെങ്കിൽ അത് ശരിയായിട്ട് അവതരിപ്പിക്കാൻ പോകും. നമുക്ക് സംശയങ്ങൾ വന്നാൽ ഇത് കർണാടക സംഗീതം നടക്കുകയില്ല. സംഗീതത്തിൽ നമ്മളിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഇത് മനസ്സിൽ തോന്നി അന്നേരം പാടി. ഇവിടെ സംശയം നിന്നാൽ അവിടെ നീ വരത്തില്ല. നീക്കൊരു സ്വരസ്ഥാനം എത്തത്തില്ല. നീയുടെ സ്വരസ്ഥാനത്ത് നീ തന്നെ ഇതെല്ലാം അകലത്തിലുള്ള സ്വരങ്ങളാണ്. ഇപ്പം ആദ്യം പഗ കറക്റ്റാണ്. നീ ബ സാനി രീ സ ഗാരി പഗ കണ്ടില്ലേ പഗാരി സനി പഗാരി സനി. അപ്പോൾ താഴത്തെ പഞ്ചമം മുതൽ മുകളിലത്തെ പഞ്ചമം വരെ നമ്മൾ പാടി. അപ്പോൾ ഇത്രയും സ്വരസ്ഥാനങ്ങൾ നമ്മുടെ മനസ്സിൽ മനോഹരമായിട്ട് വന്നതാണ്. അത് നമ്മൾ സ്വരസ്ഥാനത്തിലൂടെ കറക്റ്റായിട്ട് പാടിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. എല്ലാവരും നിന്നിട്ട് കെട്ടൂരുണ്ട് വീടുന്ന പോലെ അതെല്ലാം തവിട് കൂടി ഭസ്മ ചോർണം. അങ്ങനെ വരും. അപ്പോൾ ഒന്നുകിൽ നല്ലോണം സാധകം ചെയ്ത് സംഗീതം പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതിനുവേണ്ടി ഒരു അർപ്പണ മനോഭാവത്തോടുകൂടി തന്നെ പ്രവർത്തിയെങ്കിൽ മാത്രമേ കർണാടക സംഗീതം അവർക്ക് സ്വായത്തമാവുള്ളൂ. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കാനുണ്ട്. കാരണം ഇത്ര നേരം എന്നോട് ചോദിച്ചു. അപ്പോൾ ഈ കോളേജ് കാലത്ത് കോളേജ് പഠിക്കുന്ന നല്ലൊരു പാട്ടുകാരനാണ്. അപ്പം അന്ന് എനിക്കറിയാം എങ്ങനെയാണ് ഈ കോളേജ് കാലത്ത് പ്രൈസ് കിട്ടിയതിൻ്റെ ഒരു രഹസ്യമുണ്ട്. അതെ അതെ. കോളേജിൽ എനിക്ക് പ്രൈസ് കിട്ടിയതിൻ്റെ ആ സന്തോഷത്തെക്കാളുപരി എന്നെ 2ാം സ്ഥാനത്താക്കിയ ഒരു പാട്ടുണ്ട്. ബ്രാഹ്മമുഹൂർത്തത്തിൽ പ്രാണസഖി. അതാ പറയാനുള്ളത്. ആ പാട്ടിനെ കുറിച്ചൊന്ന് പറയാം. ബ്രാഹ്മമുഹൂർത്തത്തിൽ പ്രാണസഖി. കല്യാണം ഇതിൻ്റെ രാഗം ഒരു പ്രത്യേക രാഗമാണ്. അതെ അതെ. അപ്പോൾ കല്യാണി തന്നെയാണ്, പക്ഷെ ഭാവങ്ങൾ വ്യത്യാസം. ബ്രാഹ്മമുഹൂർത്തത്തിൽ പ്രാണസഖീ നീ പല്ലവി പാടിയ നേരം ഗുരുഗുഹദാസൻ ദീക്ഷിതരെഴുതിയ ചരണം പാടിയ നേരം നിൻ സ്വരശ്രുതിയിലെ സുതിലയമായി ഞാൻ നിന്നിലൊതുങ്ങി പോയി. ബ്രാഹ്മമുഹൂർത്തത്തിൽ പ്രാണസഖീ നീ പല്ലവി പാടിയ നേരം. മനോഹരമായ ഗാനം. അന്ന് 1ാം സ്ഥാനം കിട്ടിയ ആളും
അന്ന് 2ാം സ്ഥാനം കിട്ടിയ ആൾ എങ്ങോ പോയി, അന്ന് 3ാം സ്ഥാനം കിട്ടിയ ആൾ സിനിമയിൽ വലിയ പാട്ടുകാരനും. വലിയ പാട്ടുകാരൻ. അതുവഴി താങ്കളിപ്പോൾ ഇവിടെ ഉണ്ട്. അല്ല, ഇത് അതാണ് തലവര എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പാട്ടിന് കുറച്ച് ലക്കും കൂടെ ഒക്കെ വേണം. അത് ജന്മസായൊരു വാസനയിൽ പിറന്നതിന് അവർക്കും സാധിക്കില്ല കേട്ടോ. ചിലപ്പോൾ ആ വഴിക്ക് വന്നെന്നില്ലെന്ന് വരും. തീർച്ചയായിട്ടും ഇതെല്ലാം ഒരു കർമ്മഫലം എന്ന് പറയും. നമുക്ക് എന്താ കർമ്മം ചെയ്യേണ്ടത് അതായി നേരത്തെ ഭഗവാന്റെ ഒരു കൽപ്പന കാണാം. ആ റൂട്ടിലായിരിക്കും നമ്മുടെ സഞ്ചാരം. ഞങ്ങൾക്ക് അത് പറ്റി. താങ്കളുടെ സംഗീതത്തിൻ്റെ ഈ വഴിയിൽ തന്നെ ഭക്തിഗാനങ്ങൾക്ക് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. അതെ അതെ. അത് വിശേഷിച്ച് അയ്യപ്പൻ പാട്ടുകൾക്ക്. അതെ അതെ. അയ്യപ്പൻ പാട്ടുകൾക്ക് പക്ഷേ ഒരു പുതിയ ശൈലി തന്നെ ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റും. ശരണം വിളി പോലെയുള്ള പാട്ടുകളാണ് ഓരോ പാട്ടുകളും. അയ്യപ്പന്മാരെ ശരണം വിളിപ്പിക്കുക എന്നുള്ള പാട്ടുകളാണ്. കാരണം ഇവര് മലയ്ക്ക് പോകുന്ന ശരണം വിളിച്ചുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് പോകുന്ന പാതകളിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഈ ശരണം വിളി നല്ലതാണ്. അവരുടെ ഉന്മേഷം കൂടും. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകളാണ് ഞങ്ങൾ ആ കാലത്ത് നിർമ്മിച്ചത്. വൃശ്ചിക മാസമാണല്ലോ, അയ്യപ്പന്മാരുടെ സമയമാണ്. അപ്പം അതേക്കുറിച്ച് ഒരു അയ്യപ്പ പാട്ടുണ്ട് ഏതെങ്കിലും? അത് പാടാം. ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ ഞാൻ വണങ്ങും. ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ ഞാൻ വണങ്ങും. ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ എന്ന് വരും. നല്ല വിളിച്ച് പാടുന്ന പാട്ട്. അത് അങ്ങനെ ആ പാട്ട് ഹിറ്റായി കഴിഞ്ഞ് പിന്നെ പല പാട്ടുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അതിൽ പിന്നെ ജയചന്ദ്രനുമായിട്ട് പരിചയമുണ്ടായി. അങ്ങനെ ജയചന്ദ്രനെ സ്വാമിജിയോട് ചോദിച്ച് കണ്ട് അപ്പോൾ അയാളെ കൊണ്ട് അവിടെ കൊണ്ട് എഗ്രിമെൻ്റ് ചെയ്തിട്ട് അയാളെ കൊണ്ട് പഠിച്ചാണ് ശ്രീശബരീശ. ശ്രീശബരീശ ദീനദയാള മേമലവാഴും ശ്രീകണ്ഠ ശരണം ശരണം നിൻ പദകമലം പുലിവാഹനന അയ്യപ്പ. ഈ പാട്ട് പാടി ജയചന്ദ്രൻ പാടി, നന്നായിട്ട് പാടി. അത് വളരെ പ്രസിദ്ധമായി. അത് കഴിഞ്ഞ് യേശുദാസിനെ കൊണ്ട് പാടിക്കാനുള്ള അവസരം പിന്നെ വരികയാണ്. അങ്ങനെ പുള്ളിയെ കൊണ്ട് അടുപ്പിച്ച പാട്ടാണ് ദർശനം പുണ്യദർശനം. ദർശനവും പുണ്യദർശനവും ദർശനവും പുണ്യദർശനവും ശബരിമലവാസൻ സ്വാമി അയ്യപ്പൻ മകരദീപം ദിവ്യ ദർശനവും ദർശനവും പുണ്യദർശനവും ശബരിമലവാസൻ സ്വാമി അയ്യപ്പൻ മകരദീപം ദിവ്യ ദർശനവും ദർശനവും പുണ്യദർശനവും. അത് ഭയങ്കര ഹിറ്റായി. അങ്ങനെ ഈ 3-4 പ്രോഗ്രാം ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഈ തങ്കയ്യ എന്ന് പറയുന്നവരൊക്കെ, അപ്പോൾ ഇവർ കമ്പോസ് ചെയ്യുമ്പോൾ പാടുന്നതൊക്കെ അവർ കേൾക്കുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, സാർ അത് നീങ്ങി പാടുമ്പോൾ നല്ല ഭക്തിയായിരിക്കാം, മറ്റുള്ളവർക്ക് പാടുമ്പോൾ ഞങ്ങൾക്ക് അത് കിടക്കല്ലേ, അതിനാൽ അടുത്ത റെക്കോർഡിങ്ങിൽ നിങ്ങളെ പാടുമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ആദ്യം പറഞ്ഞ ആൾക്കാർ തിരുത്തി പറഞ്ഞു. അപ്പം നമ്മുടെ ആഗ്രഹം പൂർത്തിയാകുന്നു, ലക്ഷ്യം സ്ഥാനത്തോട്ട് വരികയാണ്. അതാണ് തീർച്ചയായിട്ടും. അപ്പം അത് വന്നപ്പോഴത്തേനും ഞങ്ങൾ വിചാരിച്ചു എന്നാൽ നല്ലൊരു പാട്ട് വേണം. അപ്പോഴാണ് ഈ ശ്രീകോവിൽ നട തുറന്നു പാട്ട്. അത് ഇപ്പോഴും സൂപ്പർ ഹിറ്റ് അല്ലേ? ആ പാട്ട് വരാൻ കാരണം അതാണ്. അങ്ങനെ ആ പാട്ട് പാടി. ആ പാട്ട് പാടിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ ഒരുമിച്ചാണ് പാടിയത്. ശ്രീകോവിൽ നട തുറന്നു, ശ്രീകോവിൽ നട തുറന്നു, പൊന്നമ്പലത്തിൽ ശ്രീകോവിൽ നട തുറന്നു, പൊന്നമ്പലത്തിൽ ശ്രീകോവിൽ നട തുറന്നു, പൊന്നമ്പലത്തിൽ ശ്രീകോവിൽ നട തുറന്നു. സംക്രമസന്ധ്യ സിന്ദൂരം ചാർത്തിയ പൊന്നമ്പലത്തിൽ ശ്രീകോവിൽ നട തുറന്നു, ദീപാവലി ഉണർന്നു,
ശരണു വിളി ഉയർന്നു. സ്വാമിയേ ശരണമയ്യപ്പ ശ്രീകോവിൽ നട തുറന്നു. യൂറോപ്പ് മലയാളി ജേണൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആനന്ദ് ട്രാവൽസ്, Guardian Associates, independent financial advisors. Let us take you away. Let us take you away. Let us take you away to a place far, far away. Guardian Associates, independent financial advisors, will compare the whole markets and offer you the best quote. Life and critical illness insurance, residential mortgages, savings and investments. Matthew Stephen, an independent financial advisor, has won a key regional award from Tenet. Call for an appointment. Guardian Associates Limited, independent financial advisors. Let us take you away. Let us take you away. Let us take you away to a place far, far away. സംഗീത ആസ്വാദകർ വീണ്ടും നമുക്ക് സംഗീതത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഈ സംഗീതത്തെ ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ താങ്കൾ എങ്ങനെ പരിചയപ്പെടുത്തും? ഒന്നുകൂടെ. സംഗീതത്തെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്കുള്ളൊരു രാഗപരിചയം, ആ, ഒരു രാഗത്തെക്കുറിച്ചുള്ള പരിചയം, ഇതിൻ്റെ ഒരു സമ്പ്രദായമുണ്ട്, ആ സമ്പ്രദായ പരിചയം. ആ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സംഗീതം ഒരു ഗഹനമായ വിഷയമാണ്. നമ്മളൊരു ലൈറ്റ് മ്യൂസിക് പഠിക്കുന്നതിലൊന്നും സംഗീതം പഠിക്കാനൊക്കെ അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള രാഗങ്ങളെ പറ്റി, അതിൻ്റെ സ്വരസ്ഥാനങ്ങളെ പറ്റി എല്ലാം നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിച്ച് ഗ്രാജുവലായിട്ട് ഓരോന്ന് പടിപടിയായിട്ട് പഠിച്ചു വന്ന് അങ്ങനെ വന്നാലേ നമുക്ക് ശരിയായിട്ട് സംഗീത പഠനമാവും. അല്ല, നമ്മൾ സംഗീതം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആദ്യമായിട്ട് പഠിക്കുന്നത് ഈ മായാ മാളവ ഗൗള എന്ന് പറയുന്ന രാഗത്തിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആ രാഗത്തിൽ തന്നെ അത് പഠിച്ചു? അതിനകത്തുള്ള കാര്യം എന്ന് വെച്ചാൽ അതെല്ലാം ശുദ്ധസ്വരങ്ങളാണ്. ഓ, അതിന് സാ എല്ലാം കോമൺ ആണ്. അതെ, സാ സരി ശുദ്ധ സരി ഗ മ ശുദ്ധ ഓക്കെ, പദ ശുദ്ധ നീ സ സനി ദ മ ഗരി സ. ഇത് ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ അന്നേരം മനസ്സിലാവും. കാരണം ഇതിന് ശുദ്ധസ്വരങ്ങളേ ഉള്ളൂ. ഇതിൻ്റെ സരി എന്ന് പറഞ്ഞാൽ ചതുർശ്രുതി, ചതുർശ്രുതി. അപ്പം ഇത് പിടിക്കാൻ ബുദ്ധിമുട്ടും കുട്ടികൾ. അപ്പം സരി ഇത്രയേ ഉള്ളൂ. സരി ഗ മ ഗരി സ സരി ഗ മ ഗരി സ. പാടാൻ പ്രയാസമില്ല. ഒരു ആദ്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു കുട്ടിക്കാണ് പെട്ടെന്ന് പിടിക്കാം. പദ നി സ സാ നി ദ പ മ ഗ. അത് വേറെ മായ, പ്രതിമധ്യമാണ്. ഓക്കെ, പ മ ഗ മ ഗ ഗരി രി. അപ്പൊ ഋഷഭം മാറി. ഓക്കെ, ഗാന്ധാരം അന്തരഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം. ദാന്നുള്ളത് ശുദ്ധയുധമല്ല, ചതുർശ്രുതിയുധം. ഓക്കെ. അപ്പം മറ്റേ ശുദ്ധയുധമാണ്. ധന്യ ഇത് കൈശി നിഷാദം, അല്ല കാകൽ നിഷാദം. മറ്റേതിന് കൈശി നിഷാദം. അപ്പം ഇത് മാറ്റമുണ്ട്. ഇത്രയും മാറ്റങ്ങൾ ആ മായാമോളയിൽ വരുമ്പോഴാണ് കുട്ടികൾക്ക് പാടാൻ എളുപ്പം, പഠിക്കാൻ. ഇതിനകത്ത് ചതുർശ്രുതി ഋഷഭം, ഇത് കല്യാണി, ചതുർശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, പ്രതിമധ്യവും, പഞ്ചമം, ചതുർശ്രുതി ദൈവതം, കാകൽ നിഷാദം വരും. ഇത് കല്യാണിയെ കുറിച്ച് പറയാം. ആദ്യത്തെ പറഞ്ഞ മായാമാണ്. അപ്പൊ അതിനെല്ലാം ശുദ്ധസ്വരങ്ങളായതുകൊണ്ട് പെട്ടെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ അന്നേരം അവർ പാടും. അതിനകത്ത് കുഴപ്പമില്ല. ഇതിനകത്ത് ഈ ചതുർശ്രുഷം വന്നു കഴിഞ്ഞാൽ സൗണ്ട് മാറണം. കണ്ടില്ലേ? പദാനി
സനിത പമഗരീസ പമഗരീസ നിരീ അല്ല കല്യാണിയുടെ പിടികളാ. പമദ പമഗരീസ നിരീ രിഗമദ മഗരി മഗരി നീത നിരിഗരി മഗരീസ. അപ്പൊ കല്യാണി ഇത് ഈ ഒരു രാഗഭാവം വന്നു കഴിഞ്ഞാൽ കല്യാണി രാഗം. കല്യാണി രാഗം. അപ്പൊ ഇതിപ്പോ ഞാൻ രാഗത്തിലൂടെ രാഗത്തിന്റെ ഭാവനയിലൂടെ സ്വരം പാടിയതാ. ഓക്കെ. പമഗ എന്ന് പറയല്ലേ. അപ്പൊ അതിനെല്ലാം സ്വരമുണ്ട്. ഓക്കെ. അപ്പൊ നമ്മളത് ഇപ്പൊ രാഗം പാടുന്ന പോലെ സ്വരം പാടാം. പമഗരി ഇങ്ങനെ അതല്ലേ രാഗം പാടുന്നത്. ഓക്കെ. ഉണ്ടോ? അപ്പൊ ഇതൊക്കെ സഞ്ചാരങ്ങളാണ് ആ രാഗത്തിലൂടെ, അതേ സ്വരസ്ഥാനത്തിലൂടെ. ഇത് പഠിക്കണമെങ്കിൽ നമ്മൾ ശരിയായിട്ട് ക്ലാസിക്കൽ ശ്രദ്ധയോടുകൂടി പഠിക്കണം. അപ്പോഴേ ഈ സ്വരസ്ഥാനങ്ങൾ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കും. ആദ്യമൊന്നും പിടികിട്ടിയെന്ന് വരത്തില്ല. ഇതിപ്പോൾ നമ്മളൊരു കീർത്തനം കേൾക്കുമ്പോൾ ഒരു കല്യാണിയിലുള്ള ഒരു കീർത്തനം ഏതായിരിക്കും എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ നമുക്ക് ഒരുപാട് കീർത്തനമുണ്ട്. നിലക്കട്ട നീ കൂ നിലക്കട്ട നീ കൂ ഓരോരോ സംഗതിയായിട്ട് കൂടി കൂടി വരും. അങ്ങനെ വേറെ സംഗതി. നീലകട ജൂഡനഗ ബടവൂ ഏത ഇത് ചൗക്കകാല കീർത്തനാണ്. വിളംബകാലം താളം. ഇപ്പം വിളംബകാലത്തല്ല, മധ്യകാലത്തുള്ള കീർത്തനുണ്ട്. ബിരാണവര ലീർച്ചിബ്രോ ഊരിൽ നുനരനൗമിതി ബിരാണവര ലീർജിബോ നുനരനൗമിതി ബിരാണവര ലീർജിബോ നുനരനൗമിതി ബിരാണവര അതാണ്. സുന്ദരി ദിവ്യ രൂപമുന ചൂട തനക്കു ദുരികനം ഓ ത്രിപുര സുന്ദരി ദിവ്യ രൂപമുന ചൂട തനക്കു ദുരികനം. ഇപ്പൊ കാലം മാറുന്നതിനനുസരിച്ച് സംഗീതം മാറുന്നു എന്ന് പറയാം. ഒരുപക്ഷെ നമ്മൾ ഇപ്പോഴും പറയുന്നു പണ്ട് നല്ല സംഗീതമായിരുന്നു. ഒരുപക്ഷെ നമ്മളുടെ കേൾവിയിൽ വരുന്ന വ്യത്യാസമായിരിക്കുമോ, അതോ പുതിയ തലമുറ വിചാരിക്കുന്നു ഇതാണ് സംഗീതം എന്ന് വിചാരിക്കുന്നത്? താങ്കൾ എന്ത് വിചാരിക്കുന്നു അതേക്കുറിച്ചിട്ട്? ഇതിനകത്ത് പഴയ കാലത്തെ പറ്റി എനിക്ക് വാസ്തവത്തിൽ നന്നായിട്ട് പറയാനുള്ളൂ. കാരണം പഴയ കാലത്തുള്ള സംഗീതം മെലഡി ആയിരുന്നു. മെലഡി സോങ്സ് കൂടുതലുണ്ടായിരുന്നു. ഓക്കെ. നമ്മുടെ ദേവരായ മാസ്റ്റർ ഇവരെല്ലാം അതെ അതെ, അത് സാഹിത്യം സംഗീതം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന നല്ല മുഹൂർത്തങ്ങളായിരുന്നു അതിന് കാഴ്ചവെച്ചിരുന്നത്. അതുകൊണ്ട് അത് നന്നായിരുന്നു. ഇന്ന് വന്ന ഒരു സ്വല്പം കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മ്യൂസിക് ആയിപ്പോയി. മ്യൂസിക് ഫാസ്റ്റ്, അതിൻ്റെ റിതം ഫാസ്റ്റ്, എല്ലാം ഫാസ്റ്റാണ്. അപ്പോൾ ഇത് ജനങ്ങൾ ഇപ്പോൾ ഉൾക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇങ്ങനത്തെ ഫാസ്റ്റ് മ്യൂസിക് ഇപ്പോൾ കേൾക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇപ്പം നേരത്തെ പറഞ്ഞ കണക്ക് ഗുരുകുല വിദ്യാഭ്യാസം പോലെ വർഷങ്ങളോളം എടുത്ത് സംഗീതം പഠിച്ച് സംഗീതത്തിൽ ഉപാസന ചെയ്ത് ഒരു ലൈവായിട്ട് പാടുന്ന ഒരു കഴിവ് ഇപ്പോൾ ആൾക്കാരൊന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? ഓ അതെ അതെ. അത് അതിനകത്ത് ഗുരുകുല വിദ്യാഭ്യാസം ചെയ്തില്ലെങ്കിലും സംഗീതത്തെ മനസ്സിലാക്കുന്നതല്ലേ.
ശാസ്ത്രീയ സംഗീതത്തെ പുച്ഛമായിട്ട് വിചാരിക്കുന്നവർ ഏതാണ്ട് അധോലോകത്തിൽ നിൽക്കാന്ന് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ അവർ അങ്ങനെ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറഞ്ഞ പോലെ സംഗീതം വലിയൊരു സാഗരം പോലെയാണ്. അതിൽ ഒരുപക്ഷെ 2 തുള്ളിയായിരിക്കും ഞങ്ങൾ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന വലിയ സംഗീതജ്ഞരെ നമ്മൾ കണ്ടു. അതുകൊണ്ട് അപ്പോൾ ഇത് ഇത്രയും ഉപാസന ചെയ്ത് ഇത്രയും വർഷങ്ങൾ കൊണ്ട് പഠിച്ചുകൊണ്ടിരുന്നൊരു കാര്യം ഇപ്പം അത്തരത്തിൽ ഉപാസന ചെയ്യാനുള്ള ആൾക്കാർ കുറയുന്നു, അത്തരം ഗഹനമായിട്ട് പഠിക്കാനുള്ള ആൾക്കാർ കുറയുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കടൽ പറ്റിപ്പോകുന്ന കണക്കാവത്തില്ല. ഇല്ല, ഇപ്പോൾ അത് അതിനകത്ത് വേറൊരു രസമുണ്ട്. ഇത് ഒരിക്കലും പറ്റാത്ത കടലാണ് സംഗീതം. സംഗീതം പറ്റത്തില്ല. ഈ ലോകമുള്ള കാലത്തോളം സംഗീതം ഉണ്ടായിരിക്കും, കർണാടക സംഗീതം ഉണ്ടായിരിക്കും. പക്ഷേ അതിനൊക്കെ ഒരുപാട് പേരില്ലെങ്കിലും കേൾക്കാൻ 10 പേരുണ്ടെങ്കിലും ഒരു കർണാടക സംഗീതജ്ഞന് നന്നായിട്ട് കച്ചേരി അവതരിപ്പിക്കാൻ ഞാൻ ചുമ്മാ പറയല്ല. അത്രയും പേര് ജ്ഞാനസ്ഥരായിരിക്കണം, അവർ തലയാട്ടണം, അവർ കൈയടിക്കണം, താളം ഉണ്ടായിരിക്കണം, സഭാഷ് എന്ന് പറയണം. അതൊക്കെ പറയണം. അത് സംഗീതത്തിന്റെ ആസ്വാദന രീതിയാണ്. അതിനൊന്നും പുച്ഛമായിട്ട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിപ്പോ ഒരു പാട്ട് മതി, മാനസമേനെ വരൂ എന്ന് പറഞ്ഞാൽ പാടിക്കഴിഞ്ഞ് നിർത്തിയാൽ എല്ലാവരും കൈയടിക്കും. അതിന് മനോധർമ്മം വലുതായിട്ട് കാണിക്കാനില്ലല്ലോ. അതിനകത്തൊന്നും ഒരു ചെപ്പിടത്തൊന്നും കാണിച്ചിട്ടില്ല. അത് ഡിറ്റോ പാടി, അത് യേശോദ പാടിയില്ലെങ്കിൽ വേറെ ആൾ മന്നാടെ പാടിയിട്ടുണ്ട്. അത് കേട്ടാൽ പറഞ്ഞാൽ എല്ലാവരും കൈയടിക്കും അല്ലേ. പക്ഷേ ഇയാളുടെ പ്രയത്നം അതിനകത്തൊന്നുമില്ലല്ലോ. പക്ഷെ കർണാടക സംഗീതമല്ല, അതിനകത്ത് പ്രയത്നമുണ്ട്. ഒരു കീർത്തനം പാടിയാൽ അതിന് സംഗതി പറയണേ ഉരുളനെ. ശരി, കർണാടക സംഗീതം എന്ന് പറയുന്നതിന് അത് സംഗതിക്ക് പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഈ സംഗതികൾ ശരിയായിട്ട് വരണമെങ്കിൽ ഇവൻ നല്ലവണ്ണം സാധകം ചെയ്ത് വരുത്തേണ്ടിയിരിക്കുകയാണ്. ഇവരൊന്നും പഠിക്കാതെ ഇങ്ങോട്ട് വന്നിട്ട് മ്യൂസിക് ഡയറക്ടർ ചെയ്യുകയാണ്. അവർക്ക് കർണാടക സംഗീതത്തിൽ അവർക്ക് നല്ലോണം കീബോർഡ് വായിക്കാൻ അറിയായിരിക്കും. അവർ കീബോർഡ് വായിച്ചുകൊണ്ട് അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ പെറുക്കിയെടുത്ത്. കീബോർഡ് വായിക്കുന്ന ഒരാളാണ്. ഒരു കീബോർഡ് വായിക്കുമ്പോൾ ഒരു പാട്ടിൻ്റെ ഒരു ട്യൂൺ മനസ്സിൽ വന്നാൽ അദ്ദേഹം സംഗീത സംവിധായകനായി മാറുകയാണ്. അതെ, ഇപ്പോഴങ്ങനെയാണല്ലോ. ഇപ്പൊ വന്ന് ഓരോരുത്തരും നമുക്ക് പേര് പോലും നമുക്കറിയാലോ. പുതിയ പേരുന്നല്ലേ, പുതിയ പേരുകളാണ്. അപ്പോൾ അവർക്ക് കീബോർഡ് വായിക്കാനോ അല്ലെങ്കിൽ പിയാനോ വായിക്കാനോ ഒക്കെ അവർക്ക് സാമർത്ഥ്യം, അല്ലെങ്കിൽ വയലിൻ വായിക്കുന്നവരായിരിക്കും. അപ്പോൾ അവരെ പറ്റി കുറവ് പറയത്തില്ല, ഞാൻ പറയത്തില്ല. കാരണം വെച്ചാൽ അവരുടേതായിട്ടുള്ള മ്യൂസിക് അവർ പഠിച്ചിട്ടുണ്ട്, കീബോർഡ് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വെസ്റ്റേൺ മ്യൂസിക് അവർ പഠിച്ചു കാണും. അതിലാണ് അവർ കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഇതൊരു ക്ലാസിക്കൽ നിബദ്ധമായിട്ടുള്ള സംഗീതം അല്ലല്ലോ, ഇതിനകത്ത് ആവശ്യമില്ലല്ലോ, സിനിമയ്ക്കകത്ത് അതിൻ്റെ ആവശ്യം. തീർച്ചയായിട്ടും. ഇപ്പം ചെമ്പൈയെ പോലെയുള്ള വലിയ വലിയ മഹാന്മാർ തുടർന്നു കൊണ്ടിരുന്ന ഈ സംഗീത ഉപാസന നിലനിൽക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്നാമത് ഇതൊരു സംഗീതം എന്ന് പറയുന്നത് വയറ്റിപ്പഴപ്പിന് മാത്രമുള്ള ഒന്നായിട്ട് കരുതരുത്. വയറ്റിപ്പഴപ്പം വേണമല്ലോ, വേണം. പക്ഷെ അതിനുവേണ്ടി കുറേ സംഗീതം പഠിക്കുകയും അതിനുവേണ്ടി നടന്നാൽ സംഗീതം വരത്തില്ല. ഇതൊരു ഉപാസന ആയിട്ട് തന്നെ മാറുകയും നല്ലവണ്ണം അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി സാധന ചെയ്യുകയൊക്കെ ചെയ്യണം. അങ്ങനെ ഒരു നല്ല സംഗീതജ്ഞനെ വാർത്തെടുക്കാനൊക്കത്തുള്ളൂ. ഈ സംഗീതം പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഇതുപോലെയൊന്നും കാത്തു സൂക്ഷിക്കുന്നവരില്ല. തൊണ്ട വളരെ നന്നായിട്ട് സൂക്ഷിക്കുന്നവരായിരിക്കണം. പിന്നെ നമ്മൾ ഇപ്പോൾ യൗവനത്തിൽ നമ്മൾ ഒരുപാട് ധാതുക്കളെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം സംഗീതക്കാരെ സംബന്ധിച്ചോളം നമുക്ക് വേണ്ടത് ബ്രഹ്മചര്യ വിരോധം ഇതിനകത്ത് ആവശ്യമാണ്. ചെമ്പൈ പറഞ്ഞല്ലോ, ഒരു ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ കല്യാണം കൈകാര്യം നടത്തുന്നില്ല. പക്ഷെ ഒരു ബ്രഹ്മചാരി ആയിരിക്കണം ഒരു സംഗീതജ്ഞൻ. അപ്പോൾ ഇത് നമ്മുടെ ഈ ഊർജം മുഴുവൻ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല ഒരു സംഗീതക്കാരൻ. വളരെയധികം നിർബന്ധ ബുദ്ധിയോടുകൂടി നല്ല നല്ല ജീവിതശൈലി ഇതൊരു ഭക്തിമാർഗമാണല്ലോ. ഈ ഭക്തിമാർഗത്തിലോട്ട് പോകുന്നത് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളിലൂടെ പോകാവുള്ളൂ. അല്ലാണ്ട് വഴികൾ തെറ്റരുത്. അങ്ങനെയുള്ളവർക്ക് സംഗീതം ശരിയാകത്തില്ല. സംഗീതജ്ഞൻ ശരിയായിട്ടുള്ള ഭക്തിയുള്ളവരായിരിക്കണം, അതുപോലെ നല്ല നടപടിക്രമങ്ങളുള്ളവരായിരിക്കണം. ഞാൻ ഈ ചർച്ചയിലുടനീളം ഈ പുതിയ ഈ സംഗീത മത്സരങ്ങളെ കുറിച്ചൊന്നും മെൻഷൻ ചെയ്തില്ല. അതിൻ്റെ കാരണം പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നു. എന്നിരുന്നാലും സംഗീതമാണല്ലോ അതും. അത്തരത്തിലുള്ള സംഗീത വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ സംഗീത മത്സരത്തോട് വരുന്നവരോട് എന്താണ് താങ്കൾക്കൊരു ഉപദേശം എന്നുള്ള രീതിയിൽ പറയാനുള്ളത്? ഞാൻ ഇപ്പോൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും നല്ല സംഗീതജ്ഞാനമുള്ള കുട്ടികൾക്ക് അവർക്ക് വാസന ഉണ്ടെങ്കിൽ അവർ ശരിയായിട്ട് സംഗീതം പഠിച്ചാൽ അവർക്ക് വരും. അതുപോലെ പഠിപ്പിക്കുന്ന സംഗീത വിദ്വാനുണ്ടല്ലോ, നന്നായിട്ട് മ്യൂസിക് അറിയാവുന്ന ആളായിരിക്കണം, അറിയാവുന്നവരെ കൊണ്ട് പഠിപ്പിക്കണം. അപ്പോൾ കുട്ടികൾക്ക് അതിനുള്ള അറിവ് കൂടുതൽ പകർന്നു കൊടുക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കും. ഇത് ശരിയായിട്ട് പഠിക്കാതെയൊക്കെ ഉള്ളവരുമായിട്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അവരെയൊക്കെ നമ്മൾ ശപിക്കാനോ അവരെ കുറ്റം പറയാനോ ഞാനാണല്ല. ഇതൊക്കെ അവരൊക്കെ ജീവിക്കാൻ അതൊക്കെ വേണമായിരിക്കും. പക്ഷേ ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അതിന് അർഹതപ്പെട്ടവരെ പഠിപ്പിച്ചാൽ ആ കുട്ടിക്ക് ശരിയായിട്ട് ഞങ്ങളുടെ ജ്ഞാനം ഉണ്ടെങ്കിൽ പിൽക്കാലത്തെ അയാളൊരു നല്ല ഗായകനാകും, നല്ലൊരു കർണാടക സംഗീതജ്ഞനായിട്ട് വളരാൻ അവരെ കൊണ്ട് സാധിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഇതെല്ലാം നമ്മൾ
രക്ഷകർത്താക്കൾ അവരെ ശരിയായിട്ടുള്ള വഴിയിൽ നയിക്കുകയാണെങ്കിൽ പിള്ളേർ നന്നാകുന്ന പോലെ ഈ സംഗീതം എന്ന് പറയുന്നത് ഒരു ചെറിയ വിഷയമല്ലെന്നും ഇതിന് മുൻജന്മ സുഹൃതം വേണമെന്നും ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിനെ ഒരു ഉപാസനാമൂർത്തിയായിട്ട് കരുതി അതൊരു ഉപാസനയായിട്ട് മാറ്റി അങ്ങനെ ഉപാസിക്കണം. അങ്ങനെ ഉപാസിച്ചെങ്കിൽ മാത്രമേ അത് നമുക്കും തിരിച്ച് ഫലം പ്രദാനം ചെയ്യൂ. തീർച്ചയായിട്ടും. ഇത്രയും നേരം യൂറോപ്പിലെ മലയാളികൾക്ക് വേണ്ടി സംഗീതത്തെക്കുറിച്ച് ഇത്രയും വിശകലനം ചെയ്തു തന്നതിനും ഞങ്ങൾക്ക് കുറേയധികം പാട്ടുകൾ പാടിത്തന്നതിനും യൂറോപ്പിലെ മലയാളികളുടെ പേരിൽ പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. വളരെ സന്തോഷം. യൂറോപ്പിലെ അതായത് ശ്രീകുമാർ നടത്തുന്ന ഈ നമ്മുടെ യൂറോപ്പ് മലയാളി ജേർണൽ, ഞാനിന്ന് ഇവിടെ വന്നപ്പോൾ അതിൻ്റെ കുറച്ച് പിക്ചറൈസ് ചെയ്ത ഭാഗം ഉണ്ടായിരുന്നു. നല്ല സൗണ്ട് സിസ്റ്റം പെർഫെക്റ്റായിട്ട് ഓരോരുത്തരുടെ വോയിസ് അതുപോലെ തന്നെ വരുന്നുണ്ട്. അത്ര ഭംഗിയായിട്ട് റെക്കോർഡിംഗ് എല്ലാം ചെയ്തിട്ട് ഒരു പ്രോഗ്രാം ഞാൻ കണ്ടു. അപ്പോൾ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അത് പിക്ചറൈസ് ചെയ്തിരിക്കുന്നതൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഈ യൂറോപ്പ് വളരെ ശ്രേയസ്കരമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഇത് ഇനിയും വളരെ അധികം ശ്രേയസ്കരമായിട്ട് പോകും. നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന് എല്ലാ വിജയങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. ഭഗവാൻ അയ്യപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. യോഗീന്ദ്രാണാം ത്വദംഗേഷു അധികസു മധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃഷ്ണ കാരുണ്യസിന്ധോ കൃഷ്ണ